പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ നമ്മുടെ ദൈവവചന ധ്യാനത്തിന് വേണ്ടി സങ്കീർത്തനം 71, സാം 71. ഇത് ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണെന്ന് നമ്മൾക്കറിയാം. ഇതൊരു വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ്. സ്പെഷ്യലി വാർദ്ധക്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കൾക്കും അതൊരു വലിയൊരു അനുഗ്രഹമാണ്. അത് വാർദ്ധക്യത്തിലിരിക്കുന്നവർക്ക് മാത്രമല്ല, ഓരോരുത്തർക്കും ഈ ഒരു വാർദ്ധക്യ ക്ഷീണവും വാർദ്ധക്യത്തിലേക്ക് ഉള്ള യാത്ര ഓരോരുത്തരും തുടരുന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ ജീവിതം തന്നെ അങ്ങോട്ട് തുടരുമല്ലോ. അന്നേരം ഇത് ഓരോരുത്തർക്കും ഒരു അനുഗ്രഹമാണ്. നമുക്ക് ഈ വചനം കേൾക്കുമ്പോൾ നമുക്കറിയാം. ഇതിന് നമുക്ക് കുറേ ഡിഫറെൻറ്റ് ടോപ്പിക്സ് കൊടുക്കാം. നമുക്ക് ഒന്ന് കൊടുക്കാം ഗ്രോയിങ് ഓൾഡ് ഗ്രേഷ്യസ്ലി. നല്ല ഗ്രേസായിട്ട് നമ്മൾ പ്രായമാകുക. ഗ്രോയിങ് ഓൾഡ് ഗ്രേഷ്യസ്ലി അല്ലേ, ഫ്രം ദ വൂംബ് ടു ദ ടൂംബ് ആൻഡ് ബിയോണ്ട്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് നമ്മുടെ കല്ലറ വരെ, അവിടെ വരെ മാത്രമല്ല, മുന്നോട്ടും ആ കൈവിടാത്ത ദൈവത്തെക്കുറിച്ച് നമുക്കിവിടെ അറിയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം ദിസ് എ റെസിപ്പി ഫോർ ഓൾഡ് ഏജ്. അല്ലെങ്കിൽ പിന്നെ ദ ടെസ്റ്റിമണി ഓഫ് ആൻ ഏജ്ഡ് ബിലീവർ ഇൻ ക്രൈസ്റ്റ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്ക്. ഇതൊരു ടെസ്റ്റിമണിയാണ്. ഒരു പ്രായമായ ഒരു ക്രിസ്തുവിലുള്ള ഒരു വിശ്വാസിയുടെ ഒരു ടെസ്റ്റിമണിയാണ് ഈ സങ്കീർത്തനം 71. ഇതിന് നമ്മളൊരു ഔട്ട്ലൈൻ നോക്കുവാണെങ്കിൽ 1 തൊട്ട് 4 വരെ പറയുന്നത് ദൈവം വിടുവിച്ചതിനായി ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുകയാണ്. 5 തൊട്ട് 8 പറയുന്ന ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നത്? ദൈവം ചെയ്ത എല്ലാ പ്രൊവിഷൻ, ദൈവം ചെയ്ത എല്ലാ കാര്യങ്ങൾക്കായി, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനായി, ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന എല്ലാ കാര്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. 9 തൊട്ട് 13 വരെ ദൈവത്തോടൊരു പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിന് വേണ്ടി ദൈവം ഇടപെടാൻ, ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ അതിൽ ദൈവം ഒരു ഇൻ്റർവ്യൂ ചെയ്യണം, അല്ലെ അതിൽ വന്ന് ദൈവം ഇടപെടണം എന്നുള്ളൊരു പ്രാർത്ഥന. 14 തൊട്ട് 18 വരെ നോക്കുമ്പോൾ അവിടെ ഒരു കമ്മിറ്റ്മെൻറ്റാണ്. അവിടെ ഒരു തീരുമാനം എടുക്കുവാണ്. ഞാൻ ദൈവത്തിൻ്റെ ന്യായവിധിയെ എല്ലാവരുടെ മുമ്പാകെ ഞാൻ പ്രസ്താവിക്കുമെന്നുള്ള. പിന്നെ 19 തൊട്ട് 24 വരെ അവിടെ അക്നോളജിങ് ഗോഡ് ഫോർ ഹിസ് ഗുഡ്നെസ് ആൻഡ് ഗ്രേറ്റ്നെസ്. ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തിൻ്റെ വിശ്വസ്തിക്കും ദൈവത്തിൻ്റെ ആ മഹത്വത്തിനുമായി ദൈവത്തെ അവിടെ എല്ലാവരുടെയും മുമ്പാകെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതായിട്ട് നമുക്കവിടെ കാണാം. നമ്മൾക്കറിയാം, ഈ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ബെഡ് ഓഫ് റോസസ്. അത് ഭയങ്കര സുഖകരമായിട്ടുള്ളതല്ല. ഓരോ ജീവിതത്തിൻ്റെ നമുക്ക് ചെറുപ്പമുണ്ട്, യൗവനപ്രായമുണ്ട്, പിന്നെ ഒരു മധ്യവയസ്സ് വരും, പിന്നെ വാർദ്ധക്യമുണ്ട്. അങ്ങനെ ഓരോ സ്റ്റേജസ് ഉണ്ട്. പക്ഷെ ഓരോ സ്റ്റേജിലും ഓരോ മനുഷ്യനും അതിൻ്റെ ആയിട്ടുള്ള അഡ്വാൻറ്റേജസും ഉണ്ട്, നന്മകളും ഉണ്ട്, പ്രോബ്ലംസും ഉണ്ട്, പ്രയാസങ്ങളുണ്ട്, വറീസുണ്ട്, ഒരു സ്ട്രഗിളുണ്ട്. അതൊരു യുദ്ധമാണ്. എല്ലാ സ്റ്റേജിലും നമ്മൾ ഓർക്കും, അയ്യോ ഞങ്ങളൊരു കുഞ്ഞായിരുന്നപ്പോൾ എന്ത് നല്ലതായിരുന്നു, അല്ലെ കോളേജ് സമയങ്ങൾ എന്ത് നല്ലതായിരുന്നു, അല്ലേ. ഓരോ സ്റ്റേജിൽ നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ നല്ലതാണെന്ന് പറയാം. പക്ഷെ മുന്നോട്ടിരിക്കുന്നതിനെക്കുറിച്ച് നമുക്കൊരു അൺസർട്ടനിറ്റി, നമുക്കറിയത്തില്ല മുന്നോട്ട് എന്തുവാണ്. ഒരു ഭയമാണ്. ഫ്യൂച്ചറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ഭയമാണ്. കാരണം ആ ഫ്യൂച്ചറിലേക്ക്, മുന്നോട്ടുള്ള വഴി ആരും അങ്ങോട്ട് യാത്ര ചെയ്തിട്ടില്ല. നമുക്കറിയത്തില്ല മുമ്പിലോട്ട് ഇനി എന്തുവാണ്, നമുക്കറിയത്തില്ല. ആ അറിയാൻ വയ്യാത്ത കാരണം കൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ ഒരു വലിയ ഭയം. ഇനി മുന്നോട്ട് ചെല്ലുമ്പോൾ ആരുണ്ട്, എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റപ്പെടും, എൻ്റെ ശരീരം ക്ഷീണിച്ചു പോവും, ആരെന്നെ സഹായിക്കും, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ, ഈ ലോകത്തിൽ ഞാൻ എങ്ങനെ തന്നെ ജീവിക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിനെ നമ്മളെ അങ്ങ് അലട്ടി, നമ്മളെ അങ്ങ് ആക്ച്വലി ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ ചിന്തയിലുള്ള കാര്യങ്ങളാണ് നമ്മളെ കൂടുതലായിട്ട് നമ്മളെ ക്ഷീണാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ സങ്കീർത്തനം 70 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ദൈവത്തെ ഭയന്ന് ജീവിക്കണം. നമ്മുടെ ഭാരങ്ങളെല്ലാം നമ്മൾ ആ കർത്താവിലേക്ക്, നമുക്ക് വേണ്ടി സകലവും കഷ്ടം സഹിച്ച ആ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച ആ കർത്താവിലേക്ക് നമ്മുടെ ഭാരങ്ങളെല്ലാം നമ്മളങ്ങ് ഇടണം. പിന്നെ നമ്മളെ ദൈവം നടത്തിയ വിധങ്ങൾ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മളെ എത്ര അത്ഭുതമായിട്ട് നടത്തി, ഒന്നുമില്ലായ്മയിൽ നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്നില്ലയോ. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവൻ തന്നു, മക്കളെ തന്നു, സാമ്പത്തിക നന്മകൾ തന്നു. എത്ര പ്രാവശ്യം നമ്മൾ വീഴാമായിരുന്നു, നമ്മളെക്കാൾ ബലവാന്മാരായ, നമ്മളെക്കാളും ബുദ്ധിയുള്ളവർ എല്ലാം വീണുപോയ സമയത്ത് ദൈവം നമ്മളെ താങ്ങിയില്ലയോ. കോവിഡ് സമയത്ത് അനേകർ നല്ല ആരോഗ്യമുള്ളവർ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയപ്പോൾ ദൈവം നമുക്ക് തന്നില്ലയോ. ജലപ്രളയത്തിൽ എല്ലാം ഉണ്ടായിട്ട് ഏറ്റവും സാമ്പത്തിക ശേഷിയുള്ളവരും അവർക്ക് ഒന്നുമില്ലാത്ത ഒരവസരം വന്നില്ലയോ. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ദൈവം തന്നിരിക്കുന്ന ബ്ലെസ്സിങ്സിനെ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ, അതിനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് എണ്ണുമ്പോൾ നമ്മൾ എങ്ങനെ ദൈവത്തിൻ്റെ വിശ്വസ്തത മറക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് ഈ സാം 71 വായിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സ്പെഷ്യൽ ബ്ലെസ്സിങ്, നമ്മൾ പ്രായം ചെല്ലുന്തോറും ദൈവത്തിൻ്റെ സ്പെഷ്യൽ ബ്ലെസ്സിങ് നമുക്കുണ്ട്. പക്ഷേ ഇവിടെ ഒരു വേർഡ് ഓഫ് കോഷൻ, അല്ലെ ചെറുപ്പക്കാർക്ക്
വേണ്ടി, യൗവനക്കാർക്ക് വേണ്ടി ഒരു വാക്ക് ഇവിടെ പറഞ്ഞോട്ടെ. കാരണം എല്ലാവരും ഒരു ഓൾഡ് ഏജിലേക്ക് എത്തേണ്ട ഒരു സമയമുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കരുത് ഇപ്പോൾ ഓൾഡ് ഏജിന് വേണ്ടി കുറേ സമയമുണ്ടല്ലോ, പക്ഷേ അതും ഒരു ദിവസം നിങ്ങളെ പിടിക്കും. അതുകൊണ്ടാണ് ഈ ബൈബിളിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് യെശയ്യാ 41 ഐസയ 46:4 പറയുന്നുണ്ട്, നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ, നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ആ ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്വമാണ്. ഈ വാഗ്ദത്വം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഒരു ദിവസം ഇന്ന് യൗവനക്കാരായിരിക്കും, ചെറുപ്പക്കാരായിരിക്കുന്നത്, അവരും വാർദ്ധക്യത്തിലേക്ക് വരും. പക്ഷെ അവർക്കും ഉള്ള പ്രോമിസാണ്, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ദൈവം പറയുന്നുണ്ട്. അതുപോലെ ഐസയ 55:6 പറയുന്നുണ്ട്, യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. കാരണം ഇപ്പം നമുക്ക് സമയമുണ്ട്. ഇപ്പം നമുക്ക് ദൈവം ആരോഗ്യവും ആയുസ്സും എല്ലാം തന്നിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് നമ്മൾ ദൈവത്തെ കണ്ടെത്തണം. സീക്ക് ദ ലോർഡ് വെൻ ഹീസ് നിയർ എന്ന്. കാരണം ഇപ്പം ദൈവത്തെ നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ ദൈവം നമ്മളെ വാർദ്ധക്യം വരെ നമ്മളെ മുന്നോട്ട് നടത്തും. അത് ഏറ്റവും മനസ്സിലായത് ആരാന്ന് ചോദിച്ചാൽ നമുക്ക് മോശയെക്കുറിച്ച് പറയാം. സങ്കീർത്തനം 90 Psalm 90:12 മോശ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. അവിടെ മോശ പറയുന്നുണ്ട്, ഗീവ് us a heart of wisdom so that we may know our days and we can count the days. എന്നിട്ട് നമ്മുടെ ഈ ദിവസങ്ങൾ അങ്ങ് മുന്നോട്ടങ്ങ് നീങ്ങിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഇന്ന് തൊട്ടേ കൗണ്ട് ചെയ്യണം. അതിനൊരു ജ്ഞാനമുള്ള ഹൃദയം, ദൈവത്തിൻ്റെ ആ ജ്ഞാനം, ഫിയർ ഓഫ് ലോർഡ് വേണം. ദൈവഭയത്തിൽ നമ്മൾ ജീവിക്കാൻ ഇവിടെ നമ്മളെ ഒന്നൊരു അവിടെ ഒരു എൻകറേജ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കൊരു വാർണിംഗ് തരുവാണ്. സാധാരണ മലയാളത്തിൽ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പഴുത്തയില വീഴുമ്പോൾ പച്ചയില ചിരിക്കരുത്. കാരണം ഇന്ന് വാർദ്ധക്യത്തിലിരിക്കുന്നവരെ നോക്കി നമ്മൾ അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാതെ അങ്ങ് വിട്ടുപോയെങ്കിൽ, അവരെ നോക്കി ചിരിക്കുന്നുണ്ടെങ്കിൽ നാളെ നമുക്കും ആ ദിവസം തന്നെ വരുമെന്ന് ഈ സങ്കീർത്തനം നമുക്ക് ഒരു വാർണിംഗ് തരുന്നെന്ന് നമുക്കിതിൽ കൂടെ അറിയാം. അതുകൊണ്ട് നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും, നമ്മൾ ഓരോ ദിവസവും ദൈവവചനം പഠിക്കുകയും ധ്യാനിക്കുകയും അത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രയോറിറ്റി ആയിട്ട്, ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമായിട്ട് നമ്മൾ എടുക്കണം. ഇപ്പോൾ നമുക്ക് സ്ട്രെങ്ത് ഉണ്ട്, നമുക്കൊരു ചെയ്യാനുള്ള കഴിവുണ്ട്, നമുക്ക് വചനം കാണാപാഠം പഠിക്കാൻ ദൈവം ഒരു കൃപ തന്നിട്ടുണ്ട്. അതിന് ഈ വചനങ്ങൾ പഠിക്കുന്നതും വായിക്കുന്നതും എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് വെച്ച്, ദാവീദ് പറയുന്ന പോലെ, ഞാൻ നിൻ്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് വെച്ച് ഞാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിന്. അന്നേരം നമ്മൾ ധ്യാനിക്കുന്നതായിരിക്കും നമ്മൾ വാർദ്ധക്യത്തിൽ നമുക്കതെല്ലാം ഓർമ്മയിലിരിക്കുന്നു. ഒരുപക്ഷെ ആ സമയത്ത് നമുക്ക് മെമ്മറി പവർ കാണത്തില്ല, നമുക്ക് കണ്ണിന് കാഴ്ച കാണത്തില്ല, നമുക്കൊരു ബൈബിൾ കയ്യിലെടുക്കാനുള്ള ശക്തിയില്ലായിരിക്കും, ഒരുപക്ഷെ നമുക്ക് മെസ്സേജസ് കേൾക്കാനുള്ള ചെവിയിലൊരു കേൾവിയില്ലായിരിക്കും. പക്ഷേ ഇന്ന് ദൈവം ഇതൊക്കെ തന്നപ്പോൾ നമ്മളതിനെ എത്ര നല്ലതായിട്ട് യൂസ് ചെയ്യണമെന്ന് ഒരു പ്രാവശ്യം കൂടെ നമ്മളെ ദൈവം അത് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ സമയം പാഴാക്കി കളയാതെ, നമ്മൾ ആവശ്യമില്ലാത്ത പൊളിറ്റിക്സും എല്ലാം ജീവിതത്തിൽ ഇതെല്ലാം വേണം, പക്ഷേ നമ്മൾ എവിടെയാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്? റിഡീമിങ് ദ ടൈം ബിക്കോസ് ദ ഡേയ്സ് ആർ ഈവിൽ എന്ന് ബൈബിൾ പറയുന്നുണ്ട്. സമയം തക്കതായിട്ട് ഉപയോഗിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിൽ കൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നാണ് പ്രെയർ റിക്വസ്റ്റ്, സെക്കൻഡ് ദൈവത്തിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച്, പിന്നെ മൂന്നാം നോക്കുമ്പോൾ ദൈവം നമ്മളെയും കൊണ്ട് എന്തുവാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ പ്രെയർ റിക്വസ്റ്റ് നോക്കുവാണെങ്കിൽ അവിടെ കുറേ വേർഡ്സ് നമുക്കറിയാം. അവിടെ പറയുന്നത്, ആ സങ്കീർത്തനം മുന്നോട്ട് വായിക്കുമ്പോൾ 24 വാക്യങ്ങളാണുള്ളത്. അതിൽ പറയുന്നുണ്ട്, എന്നെ വിടുവിക്കണമേ, എന്നെ റെസ്ക്യൂ ചെയ്യണേ, എന്നിലേക്ക് ചെവി ചായ്ക്കണമേ, എന്നെ രക്ഷിക്കണമേ, നീ യു കമാൻഡ് ചെയ്യണമേ, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണമേ, എന്നെ തള്ളിക്കളയരുത്, എന്നെ ഫോർസേക്ക് ചെയ്യരുത്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോ ദിവസവും നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ ദൈവത്തോട് പറയുന്നതാണ്, ദൈവം എന്നെ വിടുവിക്കണേ, എന്നെ രക്ഷിക്കണേ, നമ്മൾ പറയുന്നതല്ലയോ? അന്നേരം അത് നമ്മുടെ ഈ കരച്ചിൽ ദൈവസന്നിധിയിൽ എത്തുന്നുണ്ട്. ദൈവത്തിന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിന് അറിയാം. ദൈവം നമ്മളെ വിടുവിക്കും. അതാണ് നമ്മൾ ജസ്റ്റ് ഇതിൽ ഒന്ന് കൗണ്ട് ചെയ്യിക്കുക. ഇതിൽ പറയുന്ന എത്ര പ്രെയർ റിക്വസ്റ്റ് നമ്മുടെ ഓരോ ദിവസവും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലയോ? പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ കാണുന്നത്, ഈ ദൈവത്തിൻ്റെ ക്യാരക്ടറിനെ വർണ്ണിക്കുന്ന കുറേ കാര്യങ്ങൾ അവിടെ നമ്മൾക്ക് കാണാം. അവൻ എൻ്റെ രക്ഷകനാണ്, അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, ദൈവത്തിൻ്റെ സ്റ്റെഡ് ഫാസ്റ്റ് ലവിനെ കുറിച്ച് പറയുന്നു, ഉറപ്പുള്ള പാറയാണ്, ഒരു ഗോപുരമാണ്, എൻ്റെ പ്രത്യാശയാണ്, എൻ്റെ കോൺഫിഡൻസാണ്, എന്നെ വീണ്ടെടുക്കുന്ന ഗോഡ് ഓഫ് റെസ്റ്റോറേഷനാണ്, എൻ്റെ നീതിയാണ്. ഇതെല്ലാം അവിടെ പറയുന്നു.
അതെ, ദൈവത്തിൻ്റെ ഈ ക്യാരക്ടറിനെ കുറിച്ച് നമ്മുടെ വായും കൊണ്ട് നമ്മൾ പ്രസ്താവിക്കുന്ന ദൈവത്തിൻ്റെ ആ ഗുഡ്നെസ്സിനെ കുറിച്ച്, ദൈവത്തിൻ്റെ ആ അൺചേഞ്ചിങ് ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്, ഒരിക്കലും മാറാത്ത സ്വഭാവമുള്ള ദൈവത്തിൻ്റെ ആ ഓരോ ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ നമ്മുടെ ഭാഗം കൊണ്ട്, നമ്മുടെ നാവും കൊണ്ട് പറയുമ്പോൾ അവിടെ ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുവാണ്. ആ ദൈവത്തിന് ഒരു ഫ്രാഗ്രൻറ്റ് ഓഫറിങ്, ഒരു സൗരഭ്യ വാസനയുള്ള ഒരു സ്തുതി അർപ്പിക്കുന്ന പോലാണ്. പഴയ നിയമത്തിൽ അവർ സൗരഭ്യ വാസന അർപ്പിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരുമെന്നുള്ള അവരുടെ ഒരു വിശ്വാസം പോലെ ഇന്നും നമുക്ക് ആ വിശ്വാസമുണ്ട്. നമ്മൾ ഈ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിന് അവിടെ പ്രവർത്തിക്കാതിരിക്കാൻ പറ്റത്തില്ല. വാർദ്ധക്യമാണേലും ഏത് കാലമാണേലും ദൈവം അവിടെ ഇറങ്ങി വന്ന് നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ മൂന്നാം നമ്മൾ കാണുന്ന ദൈവം നമ്മളെ കൊണ്ട് എന്തുവാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എന്തുവാണ് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഡ്യൂട്ടി എന്തുവാണ്. ദൈവത്തിന് നമുക്കൊരു പർപ്പസ് ഡ്രിവൺ ലൈഫ്, ദൈവത്തിൻ്റെ ഒരു പർപ്പസ് നമ്മളിലുണ്ട്. അതെന്തുവാണ് നമുക്ക് നോക്കാം. അതിൻ്റെ ഒന്നിൽ പറയുന്നത്, ഒന്നാം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ 14 നമുക്ക് കാണാം, നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാൻ ഇടവരുത്തത്തില്ല. എന്തൊക്കെ സാഹചര്യങ്ങളാണെങ്കിലും നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടരുത്. രണ്ടാം അതിൻ്റെ 22ഉം 23ലും നമുക്കറിയാം, അതിൽ പറയുന്നത് ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിൻ്റെ സിംഗ് പ്രൈസസ് ടു ഹിം. അതെന്തിനാ? ദൈവത്തെ ഇത്രത്തോളം നമ്മളെ കൊണ്ടുവന്നതിനായി. നമ്മളൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെ വരെയാണ് ദൈവം നമ്മളെ നമ്മളെ മക്കളെ വളർത്താൻ, നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടിൽ നിന്നെല്ലാം നമ്മളെ ദൈവം വിടുവിച്ചില്ലയോ? അതിനാൽ ദൈവത്തെ സ്തുതിക്കാം. അതിൻ്റെ 15 പറയുന്നത് ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച്, ദൈവത്തിൻ്റെ രക്ഷ, നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിച്ചു, അതിൽ കൂടുതൽ എന്തോ വേണം, നമ്മളെ വീണ്ടെടുത്തു. അതുകൊണ്ട് ആ ഒരു രക്ഷയെക്കുറിച്ച്, ആ നീതിയെക്കുറിച്ച് നമ്മൾ കാണുന്ന എല്ലാവരോടും പറയണം. കാരണം ഇതാണ് നമ്മുടെ ടെസ്റ്റിമണി. ഈ ടെസ്റ്റിമണിയാണ് നമ്മളെ മുന്നോട്ട് ജീവിതത്തിലേക്ക് നമ്മളെ നടത്തുന്നത്. എങ്ങനെയാണ് ദൈവം നമ്മളെ നടത്തിയത്, എങ്ങനെയാണ് യേശു ഓരോ ദിവസവും എന്നെ നടത്തിയത്, അത് നമ്മൾ ഇപ്പോഴും നമ്മൾ എന്തോ അനുഭവിക്കുന്നില്ല. ഇപ്പോൾ ക്ഷീണങ്ങളും കാണും, പ്രയാസങ്ങൾ കാണും, ദുഃഖങ്ങൾ കാണും, അതിനെക്കുറിച്ചല്ല. പക്ഷേ യേശുവിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പറയുമ്പോൾ, നമ്മളെക്കുറിച്ച് കുറച്ച് യേശുവിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുമ്പോൾ അത് ദൈവം അവിടെ എല്ലാം നന്മയ്ക്ക് വേണ്ടി ആക്കി തീർക്കും. കാരണം ദൈവം നമ്മുടെ അവസ്ഥ അറിയുന്നുണ്ട്, വാർദ്ധക്യ ക്ഷീണത്തിൻ്റെ അവസ്ഥകൾ ദൈവം അറിയുന്നുണ്ട്. പക്ഷേ അതെങ്ങനെ നേരിടണം, ആ പരിശുദ്ധാത്മാവ് നമുക്ക് അതിൻ്റെ പൂർണ്ണ ഒരു ജ്ഞാനം തന്ന്, അത് നമ്മുടെ ശരീരം, പുറമേ ഉള്ള ശരീരം അത് റീജനറേറ്റായി അത് അറ്റുപോയാലും, പക്ഷേ അകമേ ഉള്ള മനുഷ്യനെ ദൈവം ഓരോ ദിവസവും സ്ട്രെങ്തൻ ചെയ്യും. അതാണ് ദൈവം നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. പിന്നെ അതിൻ്റെ 18 നമുക്ക് കാണാം, ഡിക്ലെയർ ഗോഡ്സ് പവർ ആൻഡ് ഗുഡ്നെസ് ടു യുവർ നെക്സ്റ്റ് ജനറേഷൻ. യെസ്, ദൈവം നമ്മളെ ഈ ലോകത്തിൽ ആക്കി വെച്ചിരിക്കുന്ന, ചിലപ്പോൾ 80 വയസ്സായിരിക്കും, 90 വയസ്സായിരിക്കും, 70 വയസ്സായിരിക്കും, നമ്മളെ ആക്കി വെച്ചിരിക്കുന്നതിന് നമ്മുടെ ഒരു ക്രിസ്ത്യൻ ഹെറിറ്റേജ് അത് നമ്മുടെ മക്കൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം. ആ ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച്, ദൈവത്തിൻ്റെ ആ പ്രോമിസസിനെ കുറിച്ച്, ദൈവം എങ്ങനെ നമ്മളെ ഏഞ്ചലിക് പ്രൊട്ടക്ഷൻ തന്നു, ദൂതന്മാരെ അയച്ച് എത്ര പ്രാവശ്യം നമ്മളെ വിടുവിച്ചു, ദൈവം എങ്ങനെ ഗൈഡ് ചെയ്തു, നമ്മൾ എത്ര പ്രാവശ്യം പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാതെയും അല്ലെ ചില കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചു. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കളോട് നമ്മൾ പറയണം. വചനത്തിൻ്റെ ഉള്ള ശക്തി പറയണം. വചനം ഒരിക്കലും മാറിപ്പോത്തില്ല എന്നുള്ള പറയണം. ലോകം മാറിപ്പോവും, പക്ഷേ ദൈവത്തെ വചനം ഒരിക്കലും മാറിപ്പോത്തില്ല. ഇസ്രായേലിൻ്റെ ദൈവം ഇന്നും നമ്മുടെ ദൈവമാണ്. അന്നേരം നമ്മൾ സാധാരണ ഭാരതത്തിൽ എല്ലാവരും പറയുന്നതാണ്, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ തന്നെയാണ്, എനിക്ക് ആരുമില്ല, എനിക്ക് സഹായത്തിന് ആരുമില്ല. പക്ഷേ ഈ ദൈവം മാത്രം മതി. ആരും സഹായമില്ലെങ്കിൽ ദൈവം മാത്രം മതി. അത് പറയാൻ എളുപ്പമാണ്, പക്ഷേ നമ്മൾ രുചിച്ചറിഞ്ഞാൽ ദൈവം നമുക്ക് ആത്മീയ ശക്തി തരുമ്പോൾ അത് നമുക്ക് മുന്നോട്ട് നടക്കാൻ അത് നമുക്ക് എളുപ്പമാണ്. അതാണ് സങ്കീർത്തനം 70 കൂടെ നമുക്ക് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. പിന്നെ നമ്മൾ ദൈവത്തെ ഓർക്കേണ്ടത് എപ്പോഴും ഓർക്കണം. ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്ത ദൈവമാണ്. ഈ സങ്കീർത്തനത്തിൽ കൂടെ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം, അതിൻ്റെ കഴിഞ്ഞ കാല ബ്ലെസ്സിങ്സിനെ കുറിച്ച് നമ്മൾ നോക്കിക്കേ. അതിൻ്റെ 5 പറയുന്നുണ്ട് എൻ്റെ യൗവനകാലത്ത്, 6 പറയുന്നുണ്ട് അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉണ്ടായപ്പം അന്ന് മുതൽ, 15 പറയുന്നുണ്ട് എന്നെ രക്ഷിച്ച ദൈവം, 17 19 എല്ലാം പറയുന്ന ദൈവത്തിൻ്റെ ആ വലിയ അത്ഭുത കാര്യങ്ങളെ പ്രസ്താവിക്കാൻ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത് ഓരോന്നോരോന്ന് എണ്ണി ദൈവത്തെ സ്തുതിക്കുക. ഇനി വരുവാനുള്ള കാര്യത്തെക്കുറിച്ചല്ല, കഴിഞ്ഞ കാലം ദൈവം ചെയ്ത നന്മകളെ ഓർത്ത്, വരുവാനുള്ള കാലത്തും ദൈവം നന്മകൾ തരും. ഇവിടെ അത് പറയുന്നുണ്ട്, 14 പറയുന്നുണ്ട്, പ്രത്യാശയും കൊണ്ട് നിറച്ചതിനായി ദൈവത്തെ സ്തുതിക്കുക, ദൈവം ഇനിയും പ്രത്യാശയോട് നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുക. ഒരു പ്രോമിസ് ഓഫ് റെസ്റ്റോറേഷൻ, എന്നെ വീണ്ടെടുക്കും, ഞാൻ മരിച്ചാലും എനിക്കൊരു ഉയർപ്പുണ്ട്. ആ ഉയർപ്പ്, റിസറക്ഷൻ, ആ റിസറക്ഷൻ്റെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോലെ എനിക്കും ഒരു ഉയർപ്പുണ്ട്. എൻ്റെ ശരീരം ഈ ജഡത്തിൽ തീർന്നാലും മണ്ണിൽ തീർന്നാലും എനിക്കൊരു ഉയർപ്പുണ്ട്. ആ ഉയർപ്പിന് വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. എന്നിട്ട് ഇന്നത്തെ ബ്ലെസ്സിങ്ങിന് വേണ്ടി ഇന്ന് ദൈവം എൻ്റെ ഓണർ, എന്നെ
എന്നെ ഇന്നിവിടെ കാത്തു സൂക്ഷിച്ചു. എനിക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ ഒരു ദിവസം കൂടെ തന്നു. എന്നെ ദൈവം ആശ്വസിപ്പിക്കുന്നു, ഓരോ വചനത്താൽ ആശ്വസിപ്പിക്കുന്നു, ഓരോരുത്തരെ അയച്ച് ആശ്വസിപ്പിക്കുന്നു, ഓരോ ഹെൽപ്പിനായിട്ട് ഓരോരുത്തരെ ഒരുക്കുന്നു. 21 എൻ്റെ ശത്രുക്കളിൽ നിന്ന് എന്നെ വിടുവിക്കുന്നു. സങ്കീർത്തനം 68:19 പറയുന്ന പോലെ ഓരോ ദിവസവും ഹി ഡെയിലി ലോഡ്സ് മീ വിത്ത് ബെനിഫിറ്റ്സ്, അല്ലെ ഹി ബിയർസ് ഓൾ അവർ ബർഡൻ. ഓരോ ദിവസവും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവത്തിനായി നമ്മൾ ദൈവത്തെ സ്തുതിക്കുക. അന്നേരം എല്ലാ കാലത്തും ദൈവം നല്ലവനാണ്, ഇന്നലെയും ഇന്നും എന്നേക്കും നല്ലവനാണ്. അതുകൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഓർക്കാം, നമ്മുടെ ഈ ശരീരം അത് സ്ലോലി അത് റീജനറേറ്റ് അതങ്ങ് അറ്റുപോകാൻ തുടങ്ങിയാലും അതിന് സ്ട്രെങ്ത് ഇല്ലെങ്കിലും അതിന് നമ്മൾ ഫിസിക്കലി, ഇമോഷണലി, മെൻ്റലി, ഫിനാൻഷ്യലി എല്ലാം നമ്മളങ്ങ് തകർന്നു പോകുന്നൊരവസ്ഥ വന്നാലും പക്ഷെ നമ്മൾ ഓർക്കണം, നമ്മുടെ ആത്മാവ് ഒരിക്കലും അത് ക്ഷീണിച്ചു പോകത്തില്ല. അത് കർത്താവിന് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുകയാണ്. കാരണം നമ്മൾ ക്രിസ്തുവിലുള്ളവരാണ്. നമ്മൾ ഭാവി നമുക്കറിയത്തില്ല നമ്മുടെ ഭാവിയിൽ എന്ത് വരും, പക്ഷെ നമുക്കറിയാം നമ്മുടെ ഭാവിയെ നിയന്ത്രിക്കുന്നവൻ ആരാന്ന് നമുക്കറിയാം. നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ അബ്ബ പിതാവ്, നമ്മളെ ഓരോ ദിവസവും ഓരോ നിമിഷവും നടത്തുന്ന ആ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട. അങ്ങനെ ഈ സങ്കീർത്തനം നമ്മളെ ഒത്തിരി ശക്തിപ്പെടുത്തുന്ന സങ്കീർത്തനമാണ്. ഈ വചനത്താൽ ദൈവം ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്കും ദാവീദ് പ്രാർത്ഥിച്ച പോലെ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ്റെ കൃപ നമ്മളോടുണ്ടായിരിക്കണമേ. അതിനാൽ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.